നമസ്തേ. ന്യൂമറോളജി പ്രകാരം ഓഗസ്റ്റ് മാസം 27-ാം തീയതി ജനിച്ച നിങ്ങളുടെ ഭാഗ്യസംഖ്യ 9. 2ഉം 7ഉം കൂടി ചേരുന്നതാണല്ലോ 9. നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡയറക്ഷൻ തെക്കുവശമാണ്, സൗത്ത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ സൗത്തിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക. ഇഷ്ടദേവതയെ വിശ്വസിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം വിശ്വാസികളാണെങ്കിൽ. എന്നാൽ നിങ്ങൾ പൊതുവെ ദൈവവിശ്വാസമുള്ളവരാണ്. നിങ്ങൾക്ക് കലാപരമായ കാര്യങ്ങൾ, സാഹിത്യപരമായ കാര്യങ്ങളിലൂടെയൊക്കെ താല്പര്യമുണ്ടാകും. എൻ്റർടൈൻമെൻറ്റൊക്കെ ഇഷ്ടമാണ്, വിനോദപ്രിയരാണ്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്നാൽ എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോഴേ ഉടനെ വിശ്വസിക്കത്തില്ല. നമ്മുടേതായ രീതിയിൽ ഒന്ന് ചിന്തിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, എന്നിട്ട് മറ്റുള്ളവരോട് പറയുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് വാട്സപ്പ് മെസ്സേജാണല്ലോ വരുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്കോ എന്തെങ്കിലുമൊക്കെ, യൂട്യൂബൊക്കെ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുള്ളൂ. അത് നിങ്ങളുടെ ഒരു നല്ല ക്വാളിറ്റിയാണ്. ചില ആൾക്കാർ അങ്ങനെയല്ലോ, കേൾക്കാത്ത പാതി പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്യും. അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, ഇരുത്തം വന്ന ചിന്താഗതിക്കാരാണ്. സാമ്പത്തികമായിട്ടൊക്കെ എപ്പോഴും അഭിവൃദ്ധി നേടാൻ വളരെ യോഗം ഉള്ളവരാണ്. സപ്പോർട്ടിങ് കളർ, ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന മോഡൽ കടും ചുവപ്പ്, അതുപോലെ കടും നീല നിറമൊക്കെ വളരെ സപ്പോർട്ടിംഗ് ആണ് കളർ തെറാപ്പി പ്രകാരം. കളേഴ്സിന് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനമുണ്ട്. ചില ആൾക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് സ്വാധീനം എന്ന്. നിങ്ങളൊരു LKG സ്കൂളിൽ, അല്ലെങ്കിൽ ഈ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ കൊച്ചു നഴ്സറി സ്കൂളിൻ്റെ അവിടെ ചെന്നാൽ കാണത്തില്ലേ ലൈറ്റ് കളേഴ്സ്, പിങ്ക്, ലൈറ്റ് ബ്ലൂ ഒക്കെ. ആ വഴിക്ക് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴോ അല്ല വണ്ടിയിലിരുന്ന് യാത്ര ചെയ്ത് പോകുമ്പോഴോ എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടാകാറുണ്ട്. അത് ആ കളർ തെറാപ്പി നമ്മളെ സ്വാധീനിക്കുന്നതാണ്. ചില ഏരി വഴി ചെല്ലുമ്പോൾ പ്രത്യേക നിറമുള്ള ചില ഫ്ലവേഴ്സ് കണ്ടാൽ നമ്മൾ അങ്ങോട്ട് അറിയാതെ അട്രാക്റ്റ് ചെയ്യും. ഇതാണ് കളർ തെറാപ്പിയുടെ പ്രത്യേകത. അങ്ങനെ ധാരാളം തെറാപ്പീസ് ഉണ്ട്. ശരി, നിങ്ങളുടെ വിധിസംഖ്യ, ജനിച്ച ഡേറ്റും മാസവും വർഷവും കൂടി കണക്ക് കൂട്ടുന്നതാണല്ലോ ഫെയ്റ്റ് നമ്പർ. 27 വന്നാൽ നല്ല സ്വഭാവത്തിന് ഉടമകളായിരിക്കും. നിങ്ങളെ ആശ്രയിച്ച് ആരെങ്കിലും വന്നാൽ അവരെ കൈവെടിയത്തില്ല. വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾക്ക് വലിയ മുൻപന്തിയിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഒരു പക്ഷേ SSLC ആയിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായി കാണത്തില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ എക്സ്പെർട്ടായി തീരും. ഏത് മേഖലയാണോ അക്കാര്യത്തിൽ നല്ല പാണ്ഡിത്യം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ പൊതുജനം നിങ്ങളെ തിരിച്ചറിയുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. പൊതുവെ അത്ര നെഗറ്റീവ് പറയാൻ ഇല്ലാത്തൊരു നമ്പറാണ് 27. കാരണം ദൈവാധീനമുള്ളവരാണ്, കുടുംബസ്നേഹികളാണ് നിങ്ങൾ. എല്ലാവരും കുടുംബസ്നേഹികളല്ല എന്നുകൂടി പറയുകയാണ്. പല ആൾക്കാരും സ്വാർത്ഥതയുണ്ട്. വിവാഹം കഴിഞ്ഞു, 2 മക്കൾ കാണും, എന്നിരുന്നാൽ പോലും സെൽഫിഷ്നെസ് അല്പം കൂടുതലുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ശരിയുള്ളൂ എന്ന് ചിന്തിക്കും. പക്ഷേ ഈ 27-ാം തീയതി ജനിച്ചവരങ്ങനെയല്ല. കുടുംബത്തിനാണ് പ്രയോറിറ്റി. കുടുംബമായിട്ട് യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ഇവർ ലേശം സോഫ്റ്റ് ചിന്താഗതി ഉണ്ടാകും. ആളും ബേസിക്കലി മെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ തന്നെ ചില സമയത്ത് സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് അങ്ങോട്ടൊന്ന് തിരിഞ്ഞാൽ ഈ കുടുംബസ്നേഹത്തിനോ ലേശം കോട്ടം ചിലരിൽ കണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പറയുന്നത്, തിയറി അല്ല. വർഷങ്ങളായിട്ട് എൻ്റെ കൺസൾട്ടേഷനിൽ ഓരോ ക്ലയൻസും പറയുന്ന അനുഭവങ്ങളാണ്. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ യൂട്യൂബിലൂടെ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ നാമസംഖ്യ 27 വരുന്നു വയ്ക്കുക. പേരിലുള്ള ആ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ വാല്യൂ കണക്ക് കൂട്ടി 27 എന്ന് കിട്ടിയാൽ അതും വളരെയേറെ ഗുണം ചെയ്യും. നിങ്ങൾക്ക് യൂണിഫോം അണിയുന്ന ജോലിയായിരിക്കും, ഒഫീഷ്യലായിട്ട്. മിലിറ്ററിക്കാകാം, പോലീസ്, ആ രീതിയിലുള്ള അധികാരത്തെ കാണിക്കുന്ന നമ്പറാണ്. നാമസംഖ്യ 27 വന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും രീതിയിൽ ഒരു അപകടത്തിലോ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയാൽ നിങ്ങൾ മറ്റൊന്നും നോക്കത്തില്ല, അവരെ സഹായിക്കും. അത്രയ്ക്കും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തികളാണ്. ദൈവവിശ്വാസി എന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ദൈവവിശ്വാസം അത് മുറുകെ പിടിക്കുക. ഏതൊരു വ്യക്തി അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചില സമയത്ത് നിങ്ങൾ അതിരൂഢമായ രീതിയിൽ
ആ ദൈവവിശ്വാസത്തെ മുറുകെ പിടിക്കും. നിങ്ങളുടെ വിശ്വാസം മാത്രമേ ശരിയുള്ളൂ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. അത് അത്ര ശരിയല്ല എന്നും പറയാം. പക്ഷേ നിങ്ങൾ നീതിപാലനം ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചില സമയങ്ങളിൽ അവഗണിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അത്ര പുറമേ കാണിക്കത്തില്ല, എക്സ്പ്രസ് ചെയ്യത്തില്ല. കാലക്രമേണ നിങ്ങളുടെ ആ സ്വഭാവം സുഹൃത്ത് വലയത്തിലേക്ക് നൽകിയുള്ളൂ. ഈ 2024 നിങ്ങൾ മറ്റുള്ള ആരുടെയും കാര്യത്തിൽ ഒരു കാരണവശാലും ഇടപെടരുത്. അത് 27 എന്നല്ല, 9-ാം തീയതി ജനിച്ചവരും 18-ാം തീയതി ജനിച്ചവരും അങ്ങനെയാണ്. സ്വന്തം സഹോദരങ്ങളുടെ കാര്യത്തിലായാലും കുടുംബകാര്യത്തിലായാലും ശരി, അല്പം നിശബ്ദത പാലിക്കുകയാണ് ഉത്തമം. അല്ലെങ്കിൽ കണ്ണീരൊഴുക്കേണ്ടി വരും, ബുദ്ധിമുട്ടാകും. നിങ്ങൾ ഒരു കാര്യവും ഈ ഡിസംബർ മാസം 31-ാം തീയതി വരെ ആരോടും പറയാതിരിക്കുക, എത്ര വലിയ ഇൻറ്റിമസിയുള്ള ആൾക്കാരാണെങ്കിലും. കാരണം അത് സ്പ്രെഡാകും, അത് ലീക്കായിട്ട് പിന്നീട് നിങ്ങൾക്ക് തന്നെ അത് ബൂമറാങ് പോലെ വരും. ആയതിനാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക സുനിശ്ചിതമാണ്. ഇപ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾ കണ്ണീരൊഴുക്കി കാണും ആരുടെയെങ്കിലും കാര്യത്തിൽ ഇടപെട്ടാൽ. 2 സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കി, നിങ്ങൾ പോയി ഇടപെടും. ആ കൂട്ടുകാർ തമ്മിൽ പിന്നീട് യോജിക്കുകയും ചെയ്യും, നിങ്ങളെപ്പറ്റി മോശം പറയുകയോ നിങ്ങളെ ഔട്ടാക്കുകയോ ചെയ്യും. അതൊരു വലിയ അപകടമാണ്. സാമ്പത്തികമായിട്ടൊന്നും വിഷയമൊന്നുമില്ല. ഇനി ജോലിയൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ ഒരുപക്ഷെ ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു പ്രതീക്ഷയില്ലാത്ത ആൾക്കാർ നിങ്ങളെ വന്ന് സഹായിക്കാനും വളരെയേറെ സാധ്യതയാണ്. അങ്ങനെ സഹായിക്കാൻ വരുന്നവരുടെ പേരിനകത്ത് എ, ഐ, ജെ, വൈ എന്നീ ലെറ്റേഴ്സൊക്കെ മിക്കവാറും ഉണ്ടാകും. ഇനി പേരിൽ വൈ എന്ന ലെറ്റർ ഉണ്ടെന്ന് വയ്ക്കുക. നിങ്ങളുടെ പേരിൽ വൈ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് സാധ്യത. ഇത്രയൊക്കെ കഴിവുണ്ടെങ്കിൽ പോലും വൈ എന്ന ലെറ്റർ നിങ്ങളെ അല്പം പുറകോട്ട് വലിക്കും. പക്ഷേ സപ്പോർട്ടിംഗ് ആണ്, അത്ര ദൂഷ്യം ചെയ്യത്തില്ല. അങ്ങനെ ഈ വൈ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ പേരിൽ എ എന്ന ലെറ്റർ കൂടി ഉണ്ടെങ്കിൽ വളരെയേറെ നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളത് ഏതെങ്കിലും ന്യൂമറോളജി, പ്രോണോളജി നാമശാസ്ത്രം കൂടി അറിയാവുന്ന ആൾക്കാരെ കണ്ട് പേരിലൊരു വേണ്ട രീതിയിലൊന്ന് ക്രമീകരിക്കുക. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടി തന്നെ പിറന്നവരാണ് എന്ന് പറയാൻ പറ്റും. ലോർഡ് മുരുക ഹൈന്ദവ വിശ്വാസപ്രകാരം സുബ്രഹ്മണ്യനാണ് നിങ്ങളുടെ ദേവത. ഭദ്രകാളിയും സപ്പോർട്ടിംഗ് ആണ്. അവരുടെ സ്തുതിഗീതങ്ങളോ മൂലമന്ത്രങ്ങളൊക്കെ ജപിച്ചാൽ നിങ്ങളുടെ പവർ കൂടുതലായിട്ട് വർദ്ധിക്കും. ഓക്കെ താങ്ക് യു വെരി മച്ച്.